മുനമ്പം ഭൂപ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിലും ഹൈക്കോടതിയിലും പൂർണ്ണ പ്രതീക്ഷയെന്ന് ഭൂസംരക്ഷണ സമിതി. ജുഡീഷ്യൽ കമ്മീഷനെതിരെ ഹർജി നൽകിയ വഖഫ് സംരക്ഷണ സമിതിക്ക് കോടതിയുടെ അനുമതിയോടെയാണ് ഭൂമി വിറ്റതെന്ന് അറിയില്ലെന്ന് ഭൂസംരക്ഷണ സമിതി വിമർശിച്ചു. ജുഡീഷ്യൽ കമ്മീഷന് എതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഗവൺമെന്റ് ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോ അവര് ഇങ്ങനെ കൊടുത്തേക്കാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ. ശരിക്കും വഖഫ് സംരക്ഷണ സമിതിക്കും വഖഫ് സംരക്ഷണ വേദിക്കൊന്നും ഇത് കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടുത്തെ താമസക്കാർക്ക് ഈ ഭൂമി വിറ്റിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അത് തന്നെ അതാണ് പ്രശ്നം. രണ്ട്, പറയുന്ന 2008 നിസാർ കമ്മീഷന് ഇതൊന്നും പഠിച്ചിട്ടില്ല. പറവൂർ സബ് കോടതിയിൽ നിന്നും ഈ ഡോക്യുമെന്റ്സ് ഒന്നും വേറെ ആരും എടുത്തിട്ടില്ല. ഇതിപ്പോ ഞങ്ങളെല്ലാം ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പ്രശ്നവും നമുക്കില്ല. ഇനി ഒരു വിഷയവുമില്ല. കാരണം ട്രൈബ്യൂണലിലെ വിധിയായാലും എങ്ങനെയായാലും ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. വിശദാംശങ്ങളുമായി ഇപ്പോൾ ആൻമരിയ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ, എന്താണ് സമരസമിതി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ആൻമരിയ. ഉന്മേഷ്, ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ഹർജി, വഖഫ് സംരക്ഷണ സമിതി നൽകിയിരിക്കുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നതിന് പിന്നാലെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം, അതായത് ഇതിന്റെ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം, എന്താണ് ഹൈക്കോടതിയുടെ തീരുമാനം എന്നതിന് ശേഷമായിരിക്കും ഈ കമ്മീഷന്റെ മുൻപോട്ടുള്ള പ്രവർത്തനം. എന്നാൽ ഇത് സംബന്ധിച്ച് മുനമ്പ സംരക്ഷണ സമിതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലും ഭയം തങ്ങൾക്കില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ള പേടിയുമില്ല. കാരണം സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയും തങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, ഈ പറവൂർ സബ് കോടതിയിൽ നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള ഈ മുനമ്പം ഭൂസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്നവർ ആരും ഈ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടോ അവിടെ പോയി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ തയ്യാറായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ആ രേഖകൾ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഭയം ഞങ്ങൾക്കില്ല. ഏത് പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഈ മുനമ്പം സംരക്ഷണ സമിതി പറയുന്നുമുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി വന്ന് എന്താണ് ഹൈക്കോടതിയുടെ തീരുമാനം എന്നത് അറിഞ്ഞതിന് ശേഷമായിരിക്കും മുനമ്പം കമ്മീഷൻ ഇതിന് മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ മാസം അതായത് ഫെബ്രുവരി മാസം അവസാന വാരത്തോടു കൂടി റിപ്പോർട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, പഠിച്ചതിന് ശേഷം സമർപ്പിക്കുക എന്നതാണ് മുനമ്പം കമ്മീഷന് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി. അത് ഈ ഹൈക്കോടതി വിധി ഇനി നീണ്ടുപോവുകയാണ് എങ്കിൽ, ഇന്ന് വിധി വന്നില്ല, അത് നീണ്ടുപോവുകയാണ് എങ്കിൽ അത് ആ പ്രവർത്തനത്തെ, ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുനമ്പം സംരക്ഷണ സമിതി പൂർണ്ണ വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്. ഉന്മേഷ്.